നമസ്കാരം. ഇന്ന് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിലെ ഏതാനും പ്രോബ്ലംസ് പരിശോധിക്കുകയാണ്. അതിൽ തന്നെ പെർസെൻറ്റേജ് എറർ വരുന്ന ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. So the question is, a physical quantity P is related to four observables A, B, C and D as follows. P is equal to A cube B square divided by square root C D. The percentage errors of measurement in A, B, C and D are 1%, 3%, 4% and 2% respectively. What is the percentage error in the quantity P? എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്യൂബ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് സി ഡി. ശ്രദ്ധിക്കുക, അവിടെ സിക്ക് മാത്രമേ റൂട്ടുള്ളൂ, സ്ക്വയർ റൂട്ടുള്ളൂ. ഇതാണ് ഇക്വേഷൻ. ഇതിൽ എക്കും ബിക്കും സിക്കും ഡിക്കും പ്രത്യേകം പെർസെൻറ്റേജ് എററുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും കോമ്പിനേഷൻ വഴി കിട്ടുന്ന പി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എത്ര പെർസെൻറ്റേജ് എറർ ഉണ്ടാകും? ഇതാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും എയുടെയും ബിയുടെയും സിയുടെയും റൂട്ട് സിയുടെയും ഡിയുടെയും എല്ലാം എറേഴ്സിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ നമുക്ക് പിയിൽ കാണാൻ കഴിയും. അതെങ്ങനെയാണ് കാണുന്നത് നോക്കാം. സോ പെർസെൻറ്റേജ് എറർ ഇൻ പി എന്നത് നമ്മൾ മാത്തമാറ്റിക്കൽ എഴുതുന്നത് ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100%. ഇനി അതിനു മുമ്പായിട്ട് പി നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെയാണ്? എ ക്യൂബ് ബി സ്ക്വയർ ബൈ റൂട്ട് സി ഇൻറ്റു ഡി. ഇത് നമ്മൾ മാറ്റി എഴുതുന്നു. ന്യൂമറേറ്റർ മാറ്റമൊന്നുമില്ല, എ ക്യൂബ് ബി സ്ക്വയർ. ബട്ട് ഡിനോമിനേറ്ററിൽ റൂട്ട് സി ഉണ്ട്. റൂട്ട് സി നമുക്കറിയാം, സി റേസ് ടു 1/2 നമുക്കറിയാം അല്ലേ. റൂട്ട് സി ഈസ് ഈക്വൽ ടു സി റേസ് ടു 1/2. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ്. അപ്പോൾ സി റേസ് ടു 1/2 നമ്മൾ മോഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? സി റേസ് ടു -1/2 ആയിട്ട് മാറും. പിന്നെ ഡി എന്ന് പറയുന്നതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഡി റേസ് ടു -1 എന്നായിട്ട് മാറും. ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. ഇനി എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും പെർസെൻറ്റേജ് കാണണം. അതെങ്ങനെ കാണാം? സോ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100% is equal to in terms of percentage error of A, B, C and D. First step എന്ന് പറയുന്നത് take the power of the quantity A, അല്ലെങ്കിൽ take the dimension അല്ലേ. അപ്പോൾ A dimension എത്ര? 3. So 3 into delta A by A into 100% means this is the percentage error of A. അടുത്തായിട്ട് പ്ലസ് ഡയമെൻഷൻ ഓഫ് ബി എത്രയാണ്? 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് ബി. പെർസെൻറ്റേജ് എറർ ഓഫ് ബി എന്ന് പറയുന്നതാണ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100%. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? പ്ലസ് സി പവർ -1/2 കണ്ട് തിരിക്കരുത്. പ്ലസ് 1/2 ഇൻറ്റു ഡയമെൻഷൻ എത്രയാണ്? 1/2 ആണ്. പ്ലസ് 1/2 ആണ്. നമ്മൾ ഡയമെൻഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. So 1/2 into delta c by c into 100%. Delta c by c into 100% എന്ന് പറയുന്നതാണ് എന്ത്? സിയുടെ പെർസെൻറ്റേജ് എറർ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, വി ആർ ടേക്കിംഗ് ഓൺലി ദ ഡയമെൻഷൻ. നമ്മളിതിൻ്റെ സൈൻ എടുക്കുന്നില്ല. അപ്പോൾ സി പവർ -1/2 മാഗ്നിറ്റ്യൂഡ് നമുക്ക് വേണ്ടത് അത് 1/2 ആണ്. നമ്മൾ നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല. സോ 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100%. ദിസ് പാർട്ട് റെപ്രസെൻറ്റ് ദി പെർസെൻറ്റേജ് എറർ ഓഫ് സി. ഇനി ഡിയിൽ എന്ത് വരും? ഡിയുടെ പവർ 1 തന്നെയാണ്, റൈറ്റ്. സോ 1 ഇൻറ്റു അല്ലെങ്കിൽ സിംപ്ലി ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100%. ഇനി എയുടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അഥവാ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100% എന്ന് പറയുന്നതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയത്? ഇറ്റ് ഈസ് 1%. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. സോ 3 ഇൻറ്റു 1% പ്ലസ് 2 ഇൻറ്റു നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100%ൻ്റെ വാല്യൂ തന്നിട്ട് എത്രയാണ്? 3% ആണ്. സോ ഇൻറ്റു 3% പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100%. അതിൻ്റെ വില തന്നിട്ടുണ്ട് 4%. സോ ഇൻറ്റു 4% പ്ലസ് 2%.
സോ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ 3 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് again 2. So the total value will be 13%. So 13% is the answer. 13% ഉത്തരം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡയമെൻഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഡയമെൻഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു പെർസെൻറ്റേജ് എറർ, റൈറ്റ്. അടുത്ത ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഡയമെൻഷൻ ഇൻറ്റു പെർസെൻറ്റേജ് എറർ പ്ലസ് എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ, ഇൻറ്റു പെർസെൻറ്റേജ് എറർ ചെയ്തിട്ട് ആഡ് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും. Now our next question. The voltage across a lamp is 6 plus or minus 0.1 volt and the current passing through it is 4 plus or minus 0.2 ampere. Find the power consumed by the lamp. So we should know the equation of power. The equation of power you have learned in your elementary class. Power is equal to voltage into current. അപ്പോൾ ഇവിടെ നമുക്ക് വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്, അല്ലെ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ വോൾട്ടേജ് 6 വോൾട്ടും കറണ്ട് 4 ആംപിയറുമാണ്. ഈ 0.1 എന്ന് പറയുന്നതിൻ്റെ എറർ പാർട്ടാണ്, വോൾട്ടേജിൻ്റെ എറർ പാർട്ടാണ്. അതുപോലെ 0.2 എന്ന് പറയുന്നത് കറണ്ടിൻ്റെ എറർ പാർട്ടാണ്. സോ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് മീൻസ് വാട്ട്? 6 into 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. ഇനി എന്ത് കാണണം? ഇനി വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും എററിൻ്റെ പ്രൊപ്പഗേഷൻ കാണണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് വി ആർ ടേക്കിംഗ് ദി സം ഓഫ് ദി പെർസെൻറ്റേജ് എറേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ എറർ ഇൻ പവർ ഈസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു 100%, അല്ലെങ്കിൽ ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു 100%, ഇങ്ങനെ മാറ്റി എഴുതാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% കാണാൻ തന്നിട്ടുണ്ട്. അത് എത്രയിലാണ്? 0.1 വോൾട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ 0.2 ആംപിയർ തന്നിരിക്കുന്നത്. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ. കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, മൾട്ടിപ്ലിക്കേഷനെയും അഡീഷനെയും കേസിൽ നമ്മൾ എടുക്കുന്നതാണ് കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് എറേഴ്സ് ആണ്. സോ 0.1 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 100%. അതുപോലെ കറണ്ട് ആകുമ്പോൾ 0.2 ബൈ 4 ഇൻറ്റു 100%. അതിന് നമുക്ക് 0.1 ഡിവൈഡ് ബൈ 6 പ്ലസ് 0.2 ബൈ 4 ഇൻറ്റു 100% ഇങ്ങനെ മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 6.6% ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? 6.6% ഓഫ് 24, റൈറ്റ്. അപ്പോൾ 6.6% ഓഫ് 24 എത്രയെന്ന് കാണണം. So P is equal to 24 plus or minus 6.6. So this 6.6% of 24 എങ്ങനെ കാണാം? നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താ ചെയ്യേണ്ടത്? 6.6 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 24. അപ്പോൾ 6.6 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 24 ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1.6 ആണ്. സോ പവർ P is equal to 24 പ്ലസ് ഓർ മൈനസ് 1.6 വാട്ട്. ഇതാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എ ഫോഴ്സ് ഓഫ് 25 plus or minus 5 Newton is applied over an area of 0.32 plus or minus 0.02 meter square. Calculate the pressure exerted over the area. So how to find the pressure? So we know that the equation of pressure is equal to force by area. Appo the value of force is 2500, right? Area is 0.32 meter square. അവിടെ പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറയുന്നത് ഫോഴ്സിന്റെ എറർ പാർട്ടാണ്. അതുപോലെ 0.02 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയുടെ എറർ പാർട്ടാണ്. എറർ പാർട്ട് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ പ്രഷർ കിട്ടുന്ന എത്ര കിട്ടും?
7812.5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ എറർ പാർട്ട് കാണാം. എങ്ങനെ കാണാം എറർ സൈഡ്? സോ എറർ ഇൻ pressure is delta P by P into 100%, which is equal to what? ഇവിടെ ഈക്വൽ ടു വേണം, മിസ്സിംഗ് തോന്നുന്നു, ഇവിടെ മിസ്സിംഗ് ആണ്. സോ ഡെൽറ്റ എഫ് ബൈ എഫ് ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100%. സോ ഡെൽറ്റ എഫ് ബൈ എഫ് റെപ്രസെൻറ്റ് വാട്ട്? പെർസെൻറ്റേജ്, ഐ മീൻ എറർ ഓഫ് ഫോഴ്സ്, എറർ ഇൻ ഫോഴ്സ്. ഡെൽറ്റ എ ബൈ എ റെപ്രസെൻറ്റ് വാട്ട്? ദ എറർ ഓഫ് area or percentage error of area. Here it is percentage error of force, and that is equal to നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് 5 divided by 2500 plus 0.02 divided by 0.32 into 100%, and that is equal to 516 divided by 8000 into 100%, and on solving we will get it as 6.45%. That means 6.45% of 7812.5 ആണ് ഇതിൻ്റെ എറർ എന്ന് പറയുന്നത്. സോ 6.45% of 7812.5 is equal to, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 7812.5 into 6.45 divided by 100, and that is equal to 503.9. So 503.9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഈ 7812ന്റെ 6.45%. So the final answer is P is equal to 7812.5 plus or minus 503.9 Newton per meter square. So this is the final answer. Now the next question is an experiment measured quantities A, B, C and then X is calculated by using the relation x equal to a b square divided by c cube. If the percentage errors in measurements of a, b and c are 1%, 2%, 1.5% respectively, then calculate maximum percentage error in value of x obtained. അപ്പോൾ എയും ബിയും സിയും ഒരു എക്സ്പെരിമെൻ്റ് വഴി കണക്ക് ആക്കിയിരിക്കുകയാണ്. എക്സും കണ്ടിട്ടുണ്ട്. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും പെർസെൻറ്റേജ് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ പെർസെൻറ്റേജ് എന്തായിരിക്കാം? എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു എ ബി സ്ക്വയർ ബൈ സി ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് എക്സ് എങ്ങനെ കാണാൻ നമുക്കറിയാം. എങ്ങനെയാണ്? പെർസെൻറ്റേജ് എറർ ഓഫ് എക്സ് വിൽ ബി പെർസെൻറ്റേജ് എറർ ഓഫ് എ പ്ലസ് പെർസെൻറ്റേജ് എറർ ഓഫ് ബി പ്ലസ് പെർസെൻറ്റേജ് എറർ ഓഫ് സി. അതായിരിക്കും നമ്മൾ നേരത്തെ ചെയ്ത ഒരുപാട് പ്രോബ്ലങ്ങൾ. നമുക്കിനി അതിൻ്റെ സ്റ്റെപ്പ് വേഗം ഈസിയായിട്ട് എഴുതാം. എങ്ങനെയാണ്? ഇതിൻ്റെ ഡയമെൻഷൻ 1 ആണ്. അതുകൊണ്ട് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100%. ഡയമെൻഷൻ 2 ആണ്. സോ 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് ബി, പിന്നെ പ്ലസ് സി ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് സി. ഇനി ഇതൊരു മനക്കണക്ക് പോലെ ചെയ്യുന്നേ ഉള്ളൂ. എത്രയാണ്? എ ഇൻറ്റു 1, ഐ മീൻ എയുടെ പവർ എത്ര? 1 ആണല്ലോ. അപ്പോൾ 1 ഇൻറ്റു 1 1, പിന്നെ ബിയുടെ പവർ 2, 2 ഇൻറ്റു 2 4, പിന്നെ സിയുടെ പവർ എത്ര? 3, 3 ഇൻറ്റു 1.5. ഈ രീതിയിൽ നമുക്കത് വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് ഇനി ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ആവശ്യമാണ്. പരീക്ഷയ്ക്ക് ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ സ്റ്റെപ്സ് ആവശ്യമാണ്. ഇനി അല്ലാത്ത പക്ഷം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെ ചെയ്യാവുന്നതാണ്. സോ 1 പ്ലസ് 2.2 പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1.5, that is equal to 1 plus 4 plus 4.5, and that is equal to 9.5%. So 9.5% is the answer. Then our next question is, what is the maximum percentage error in the measurement of kinetic energy if percentage errors in mass and speed are 2% and 3% respectively?
അപ്പോൾ the equation for kinetic energy is half mv square. So kinetic energy depends on mass and velocity. Percentage error of massum percentage error of velocity തന്നിട്ടുണ്ട്. എന്നാൽ kinetic energyയുടെ percentage error കാണണം. So percentage error of kinetic energy is നേരത്തെ പറഞ്ഞ പോലെ 1/2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതിന് എറർ പാർട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ വിട്ടേക്കാം. ബാക്കി എന്താ ഉള്ളത്? മാസും വെലോസിറ്റി ഉള്ളത്. So percentage error of kinetic energy is equal to percentage error in mass plus percentage error in velocity. ഇനി percentage error of mass തരം നമുക്ക് അറിയാം. എത്രയാ? 2% ആണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ആക്കി എഴുതാം. സോ ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100% പ്ലസ് പിന്നെ എം വി സ്ക്വയർ ആണ്. അപ്പോൾ ഡയമെൻഷൻ 2 ആണ്. സോ 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100%. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാസിൻ്റെ ഡയമെൻഷൻ 1 ആയതുകൊണ്ട് 1 ഇൻറ്റു 2 എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഇക്വൽ ടു 2 പ്ലസ് വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ 2 ആണ്. സോ 2 ഇൻറ്റു 3%. So that is equal to 2 plus 6 is equal to 8%. So 8% is the answer. So these are some examples based on the percentage error. Hope you have followed thoroughly. Thank you for watching.